രാവിലെ കാപ്പിക്ക് എന്തുവാന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഓർത്തത് ഫ്രിഡ്ജ് കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അതങ്ങ് പുഴുങ്ങിയേക്കാൻ ഓർത്തു. കറുത്തു പോയേ. കൊള്ളാമോന്നറിയത്തില്ല, എങ്കിലും നോക്കുമോ. വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല. ഇതുണ്ട് പുഴുങ്ങിയേ. മണ്ടഭാഗം കറുത്ത് തുടങ്ങി. പാലിൻ്റെ വശമായതുകൊണ്ട് രണ്ടായിട്ടിട്ട് ഒരു കപ്പ കഴിഞ്ഞിട്ടുണ്ട്. കഴുകിയെടുത്ത് ഇവിടെ ഇരിക്കട്ടെ. ഇനിയും തീ കത്തിച്ച് കപ്പയ്ക്ക് വെള്ളം അങ്ങോട്ട് വയ്ക്കാം. ആ തിളച്ച് കഴിയുമ്പോൾ ഈ കപ്പ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേകുന്ന കപ്പയാണ്. ഇനി അടുപ്പ് കത്തിക്കാം.
തീ കത്തിക്കാൻ ചുള്ളിവിറകാണെങ്കിൽ ഞാൻ എടുത്ത് പ്രത്യേകം വെച്ചേക്കും, എളുപ്പം തീ കത്തിക്കാമല്ലോ. കഴിഞ്ഞ വർഷം കാപ്പി വെട്ടിയിട്ട് പറിച്ചു, അതിൻ്റെ കമ്പാണ് ഈ വർഷം വിറകിന് ഉപയോഗിക്കുന്നത്. ഈ വർഷം അതുകൊണ്ട് കാപ്പിയരി തീരെ ഇല്ലായിരുന്നു. കപ്പയ്ക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. കപ്പയുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കപ്പ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അടച്ചു കൊടുക്കും. കപ്പ ഏകദേശം വേകാറായി. അപ്പോഴത്തേക്കിനും ഞാനും എന്നാൽ ചമ്മന്തി അതിന് വേണ്ടി ഒന്ന് ചതച്ചെടുക്കാമെന്നും വെച്ച് കാന്താരി, ചുവന്നുള്ളി, ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ചിലരാണ് ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇടും, പക്ഷേ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. കാന്താരി, ചുവന്നുള്ളി ഇതും കൂടെ ചതച്ചെടുക്കുകയുള്ളൂ ഞാൻ. ഒരു കൈയും കൊണ്ടുള്ള വീഡിയോ പിടുത്തമാണിത്. കപ്പ നന്നായി വെന്ത് ഊറ്റിയെടുത്തു. ഇനി ഈ അടുപ്പയിലോട്ട് കുടിക്കാൻ വെള്ളം ചൂടാക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഇടുന്നത് പച്ചമല്ലിയാണ് ഇടുന്നത്. വെള്ളത്തിലേക്ക് ഒന്ന് ചതച്ച് കുറച്ച് പച്ചമല്ലി എടുത്തിട്ടുണ്ട്. ഈ പച്ചമല്ലി എടുത്ത് ഇടുകയാണ്. കപ്പ വേവിച്ച ആ അടുപ്പിലേക്ക് ഞാൻ കുടിക്കാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് പച്ചമല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. സ്വല്പം പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെന്തറങ്ങട്ടെ. അങ്ങനെ ചതച്ചെടുത്ത ചമ്മന്തിയിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇച്ചിരി കട്ട കുറവുള്ള തൈരാണ്. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ കാപ്പി തയ്യാറാക്കി. കപ്പ പുഴുങ്ങിയതും കാന്താരിയും തൈരും കൂടെ ഒഴിച്ച ഒരു ചമ്മന്തിയും. കുടിക്കാനുള്ള വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു. അത് വാട്ടി വെച്ചിട്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചു. കഞ്ഞിയുടെ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ 2 നാഴി അരി എടുത്ത്, എത്രയും മതിയാകും ഞങ്ങൾക്ക്, ഞങ്ങൾ അധികം അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രം മതി, 2 നാഴി അരിയേ എടുത്തുള്ളൂ. എല്ലാ പ്രാവശ്യവും കുത്തരിയായിരുന്നു ചോറ് വയ്ക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ കുത്തരി അത്ര സുമാറില്ല എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല, പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ട് ഞാൻ വെള്ളേരിയാണ് മേടിച്ച് ഇന്ന് ചോറ് വയ്ക്കുന്നത്. വെള്ളേരി എടുത്ത് ഇനി കഴുകി അടുപ്പത്തിടാം. വെള്ളം കൂടുതലാണ് കഞ്ഞിക്ക് വെച്ചത്. കുറച്ച് കോരി ഇങ്ങ് മാറ്റി വെച്ചു. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വണ്ടികളൊക്കെയാണ് കിടക്കുന്നത്. ഭയങ്കര പൊടിയും എല്ലാം, മിറ്റിലും പാറപ്പൊടിയുടെയും സിമെൻറ്റിൻ്റെയും എല്ലാം ഭയങ്കര പൊടികളായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര തുമ്മല, എനിക്ക് അലർജിയുണ്ട് പൊടിയുടെ. മീനുണ്ട്. എന്തോ മീനാണെന്ന് എനിക്ക് അറിയാൻ വയ്യായേ. എന്താന്നാ ഇതിൻ്റെ ഏതാണ്ടൊരു വല്ലാത്തൊരു പേര് പറഞ്ഞു, എനിക്കറിയില്ല എന്നാ മീനാണെന്ന്. ഈ മീന ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അയലയാണോ അതുമല്ല, അയലക്കൊഴുവിയാണോ അതുമല്ല, ഒരു 2 മീനുണ്ട്. ഇതൊന്ന് വെട്ടിയെടുക്കാം. എന്തായാലും ഈ മീൻ ഒന്ന് വെട്ടിയെടുക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ മീൻ മേടിക്കുന്നത്. ഇതൊന്ന് തൊലി ഒരുക്കുകയാണ്. രണ്ട് സൈഡ് ഒന്ന് ചെത്തി നോക്കട്ടെ തൊലി ഇരിക്കുകയാണോ. അമ്മ കൂട്ടുമോന്ന് അറിയത്തില്ല, എന്നാലും അമ്മയെ പറ്റിക്കാം. അയലയാണെന്ന് പറഞ്ഞു. ആ തൊലി വിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ തൊലി വിരിച്ചെടുത്തു. തൊലി വേഗം ഉരിഞ്ഞു പോരും.
ഇതുകൊണ്ട് ഉരിച്ചെടുത്തു. നന്നായി ഉരിഞ്ഞ് വരും. അകത്തെങ്ങും വലിയ അഴുക്കൊന്നുമില്ല. ഞാൻ വെട്ടിയെടുക്കട്ടെ. ഇടിച്ചെടുക്കാം. മീൻ കറിയും വെക്കാനായിട്ട് ചട്ടി അടുപ്പ് വെച്ചു. അതിലൊക്കെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് സ്വല്പം കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് കുറച്ച് ഉലുവായി ഇട്ട് കൊടുക്കുക. ചെറുന്നുള്ളി കൊടുത്ത് സ്വല്പം കറിവേപ്പില ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി വഴറ്റാം. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുക. ഞാൻ സ്വല്പം കായം ചേർക്കുക പതിവുണ്ട്. പത്തനംതിട്ട ജില്ലയിലൊക്കെ ഉള്ളവർ മിക്കവാറും പേര് കായം പൊടി ചേർക്കും, അല്ലെ കായം ചേർക്കും. ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട, പക്ഷേ നല്ല ടേസ്റ്റാണ്. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. അതിനൊരുമാതിരി എരിവുള്ളതായതുകൊണ്ട് അതേ ഇട്ട് കൊടുത്തുള്ളൂ. കണ്ണു പുകയുന്നു. മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി മസാലപ്പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ചെറുതായിട്ട് മൂക്കുമ്പോഴത്തേക്കിന് ഇതിനാവശ്യമായ വെള്ളവും എടുത്തുകൊണ്ട് വരാം. പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ കുടംപുളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ വേണം. ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് കഴിയുമ്പോൾ തിളയ്ക്കും. തിളച്ച ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും എന്നെക്കാളും ബെറ്ററായിട്ട് കറി വയ്ക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് മാത്രമാണ് പറയുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കറികളും ഞാൻ എങ്ങനെ ചെയ്യുന്നു ഒക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുന്നത്. അല്ലാതെ ആരും അത് അനുകരിക്കാനൊന്നുമല്ല പറയുന്നത്.
ഒരു സാമ്പാർ വെക്കാനായിട്ട് സ്വല്പം പരിപ്പെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് കഴുകി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കാൻ പോവുകയാണ്. മീൻ്റെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. അമ്മ ഇന്ന് പറ്റിക്കണം, അയലയാണ് പറഞ്ഞത്. ഇവിടുന്ന് കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ശരിക്ക് ചെവി ഒന്നും കേൾക്കാത്തോണ്ട് രക്ഷപ്പെട്ടു. സാമ്പാറിന് വേണ്ടി പരിപ്പും പച്ചക്കറികളും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയും മസാലകളൊക്കെ ചേർത്താൽ മതിയാകും. സാമ്പാറിന് വേണ്ടി ഞാൻ കടു വറുത്ത് ഇതിലൊഴിച്ച് ഇനിയും അതേ ചട്ടി തന്നെ ഞാൻ സാമ്പാറിന് വേണ്ടിയുള്ള മസാലയൂടെ മൂപ്പിച്ച് എടുക്കാൻ പോവുകയാണ്. മസാല ഇതിൻ്റെ അകത്തിട്ട ഉള്ളി ഒന്നുകൂടെ അങ്ങ് കരിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ സാമ്പാറും തയ്യാറായി. മീൻ കറിയെല്ലാം നന്നായി വറ്റി. ഇനിയും ഇതിൽ സ്വല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് വാങ്ങിയാൽ മതി. കൈയാകെപ്പാടെ ചുരുണ്ടിരിക്കുക. ശരിയാകുമെന്ന് ആർക്കറിയാം, അറിയില്ല. യൂട്യൂബിൽ ഒരു യൂട്യൂബർ പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്ത് നോക്കുകയാണ്. നല്ലതാണെങ്കിൽ എന്നും തേക്കാം. കൈയുടെ നരമ്പിൻ്റെ ഇങ്ങനെ കൈയുടെ നരമ്പ് ഇങ്ങനെ ഇഴിച്ചിരിക്കും. പ്രായമാകുമ്പോൾ നരമ്പൊക്കെ ഇരിക്കുക പ്രകാരമായിരിക്കും, അറിയില്ല. കൈക്കാണ് കൂടുതലും, വലുത് കൈക്കാണ് പ്രശ്നമുള്ളത്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിൽ ഇട്ടാൽ പിന്നെ അത് തിരിച്ചെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? വളഞ്ഞു തന്നെ ഇരിക്കും. അതേ പ്രകാരമാണ് എൻ്റെ കൈ. എന്തോ തെറ്റാലും കണക്കാണ്. തേച്ച് നോക്കാം. ഞാൻ തേച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും അറിയില്ല. ഈ 2 കൈയും കൂടെ തമ്മിൽ ഡിഫറൻസ് നോക്കാം. 2 കൈ ഒരുപോലെ എൻ്റെ കണ്ടോ? കൈയുടെ സൗന്ദര്യ സംരക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ തയ്ക്കുകയാണ്.
അമ്മയുടെ ഒരു നൈറ്റി കുളിച്ചിട്ട് വരുമ്പോഴത്തേനും തയ്ച്ച് റെഡിയാക്കി കൊടുക്കണമെന്ന്. അപ്പം ഞാൻ എൻ്റെ കൈയൊക്കെ ഒന്ന് ഇടിച്ച് ചെറുതാക്കണം. ഇത് ഇടിക്കാൻ വന്നതാണ്. ഞാനൊരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് മെഴുക്ക് പുരട്ടി വയ്ക്കാനായിട്ട് ഉപ്പിൽ പറ്റിക്കുകയാണ്. വെള്ളവും ഉപ്പും പച്ചമുളകും സവാളയും എല്ലാം അരിഞ്ഞിട്ട് വെച്ചേക്കുകയാണ് വേവിക്കാനായിട്ട്. ഇനി എണ്ണ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.